ഹായ് എവ്രിവൺ. ഇങ്ങനൊരു വോയിസ് ഓവർ ഈ വീഡിയോയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ബട്ട് ദ തിങ് ഈസ് ഇതിന് സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, സം കോപ്പിറൈറ്റ് ഇഷ്യൂസ്. അതുകൊണ്ട് മാത്രം വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതാരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇത് എൻ്റെ സ്റ്റുഡി ഫാട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് പോകുന്ന ഗ്രൂപ്പുണ്ട്. അവരുടെ കൂടെ പോയ ഒരു ട്രിപ്പാണ് ഫ്രം ജർമ്മനി ടു ഇറ്റലി. ഇതിൽ എനിക്ക് പരിചയത്തിലുള്ള ആരും ഉണ്ടായിരുന്നില്ല ഈ ട്രിപ്പിൽ പോകാനായിട്ട്. പിന്നെ അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത്, ഇത് 5 ഡേയ്സ് ട്രിപ്പായിരുന്നു. ഫസ്റ്റ് ഡേ പോയത് സിനിക് ടെറേ, അതായത് 5 വില്ലേജസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അവിടെ 5 വില്ലേജസ് ഉണ്ട്. നമ്മൾ ട്രെയിനിൽ വേണം ഓരോ വില്ലേജിലും കവർ ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ സീൻ റെയോ മഗ്രേലിയാണ്. അവിടെ ഇപ്പോൾ 5 വില്ലേജിൻ്റെ പ്രത്യേകത, ഇത് 5ഉം സീ സൈഡിലാണ് കിടക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്ലിഫ് ആൻഡ് ദ സീ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അതിൻ്റെ കളറൊക്കെ, അതായത് വാട്ടറിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിലേ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് തിങ് ആയിരുന്നു. അതിനുശേഷം പോയത് ഈ 5 വില്ലേജസിലും കവർ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലെടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ട്രിപ്പ് ഗ്രൂപ്പ് തന്ന ടൈം സ്പാൻ ഒരു ദിവസമാണ്. അപ്പോൾ അതിനുള്ളിൽ കവർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ 150+ ആൾക്കാരും ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് ക്ലിഫിൽ നിന്ന് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കുറച്ച് ഇടുങ്ങിയ രീതിയിൽ അപ്പാർട്ട്മെൻറ്റ്സ് പോലെയാണുള്ളത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ എല്ലാം കളർഫുള്ളാണ്. നോർമലി യൂറോപ്പിൽ ഒറ്റ കളറായിരിക്കും വീടുകൾക്ക് കൊടുക്കുക, പല കളറൊന്നും അടിക്കാറില്ല. പക്ഷേ ഇവിടെ കുറച്ച് തട്ടായിട്ട് വീടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇതിൻ്റെ കളേഴ്സ് എല്ലാം വേറെ വേറെ ആയിരുന്നു. ആൻഡ് ഇതിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതുമായിരുന്നു. പിന്നെ വേറെ അസ്റ്റോണിഷിങ് കണ്ടത് കാക്ടസിന് പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അത് കണ്ടിട്ടില്ല. പിന്നെ ദ ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കണ്ടതും ഇവിടെ തന്നെയാണ്. അതായത് നല്ല കടലിൻ്റെ വ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ദിവസം വളരെ നല്ലതായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ 5ാമത്തെ വില്ലേജിലെത്തുമ്പോൾ നമുക്ക് ഷോറിലോട്ട് ഇറങ്ങാൻ പറ്റും. ബാക്കിയുള്ള വില്ലേജസിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6 ചർച്ചോളം കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ജീസസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള യൂറോപ്യൻ പ്ലേസസ്, ഞാൻ വിസിറ്റ് ചെയ്ത പ്ലേസസിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ യാത്രാനുഭവം. വളരെ നല്ലതായിരുന്നു. ദ സീ വാസ് ഗുഡ്, ദ വ്യൂ വാസ് വെരി വെരി ഗുഡ്. സോ അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം.